ന്യൂയോർക്ക് ടൈംസിൻ്റെ ആയിരുന്നു തോന്നുന്നു റിപ്പോർട്ട്. അഹമ്മദ് ജനാദ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കോണ്ടാക്റ്റിലായിരുന്നു എന്ന രീതിയിൽ. ഇതിൽ ഇൻഫർമേഷനിൽ ഇസ്രായേൽ മീഡിയ മാനേജ്മെൻറ്റിൽ വളരെ സമർത്ഥരാണ് അവർ. ഇറാന് ഈ അസാസിനേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കൾച്ചർ അവർക്കില്ല. അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫാക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഷിയ പൊളിറ്റിക്സിൻ്റെ ഒരു ഗംഭീരത അതാണ് ഇതുള്ളത്. ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഫ്ലാഷ് പോയിന്റിൽ അവരെത്തുകയില്ല. അത് ആരെയും അവിടെ ഒരു നേതൃത്വ തലത്തിലുള്ളവരെ അവർ വധിച്ചതായിട്ടൊരു സ്റ്റോറിയില്ല. അവർ നേരിടും, രാഷ്ട്രീയപരമായിട്ട് അവരെ പരാജയപ്പെടുത്തും, എന്നിട്ട് മുന്നിൽ വരും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ഘട്ടത്തിൽ അവരുമായിട്ട് കൈകോർക്കും രാജ്യത്തിൻ്റെ താല്പര്യത്തിനായിട്ട്. അതാണ് ഷിയ രാഷ്ട്രീയത്തിൻ്റെ ഗംഭീരത കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾക്ക് ഇറാനെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതും മറ്റൊരു ഇസ്രായേൽ സ്റ്റോറിയാണ്, പ്ലാൻ ചെയ്ത തീർച്ചയായിട്ടും പ്ലാൻ ചെയ്ത സ്റ്റോറിയാണ്. മൊസാദിൻ്റെ ആണ്. ഇപ്പോഴീ ട്രംപിനെ വധിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിന് നല്ലോണം അറിയാം. ട്രംപിനെ എടുക്കുകയാണെങ്കിൽ ട്രംപ് വാസ്തവത്തിൽ ഒരു ഭീരുവാണെന്നുള്ളത്. വാസ്തവത്തിലൊരു ഭീരുവാണ് ട്രംപിൻ്റെ. ഇതെല്ലാം കാണിക്കുന്ന ചങ്കൂറ്റം കാണിക്കുന്ന ഒന്നാമത് അദ്ദേഹം പ്രസിഡൻ്റാണ്, രണ്ടാമത് അദ്ദേഹം വളരെ ധനികനാണ്, അതൊക്കെയാണ്. പിന്നെ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ധാരണയുണ്ട് ഈ ഡീൽ മേക്കിങ്ങിൽ. റിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യന് വളരെ കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള ഒരു ടെമ്പറമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ ഇൻ്റർനാഷണൽ പോളിറ്റിക്സിലും കൊണ്ടുവരാമെന്നുള്ളതാണ്.